ഹലോ മൈ ഡിയർ ക്ലാസ് 8 ഫാമിലി മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഓണം എക്സാമിന് വരാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് സാർ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ, വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് യെസ് സാർ എന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, അധിനിവേശം ചെറുത്തുനിൽപ്പ്. ആ ചാപ്റ്ററിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് 1857 റിവോൾട്ട് എന്ന് പറഞ്ഞ ഭാഗം. അതായത് ശിപ്പായി ലഹള, ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന 1857 റിവോൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് മക്കളെ? ഈ പറഞ്ഞൊരു 5 പോയിന്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉറപ്പായിട്ടും വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 5 പോയിന്റ് ഞാനിവിടെ വെക്കാണ്. ഇത്രയുള്ളൂ. ഒന്നാമത്തെ പൊളിറ്റിക്കൽ കോസ് ആണ്, അഥവാ രാഷ്ട്രീയ കാരണം എന്ന് പറഞ്ഞു നോക്കുന്നത്. ബ്രിട്ടീഷുകാർ ഒരുപാട് നയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടുരാജ്യങ്ങളിലെ ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റുകളുണ്ട്, ആ സ്റ്റേറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി. അതിലൊരു എക്സാമ്പിൾ ആണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സും സബ്സിഡറി അലയൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ, ദത്തവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ സബ്സിഡറി അലയൻസ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നോർമലി നാട്ടുരാജ്യങ്ങളുടെ രാജാക്കന്മാർക്ക് അവരുടെ അതിർത്തി ഉണ്ടായി. സിമ്പിൾ, ഓക്കെ. അവർ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അതിർത്തി, അങ്ങനെ ഒരു രാഷ്ട്രീയ കാരണം ഉണ്ടായിരുന്നു. അടുത്തൊരു പോയിന്റ് ആണ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വെച്ചാൽ ഉറപ്പായിട്ട് ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവിടെ നിന്നുള്ള ആളുകളെ മൊത്തം സമ്പത്തും അടിച്ചു മാറ്റിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഫാർമേഴ്സിനും ആർട്ടിസാൻസിനും ക്രാഫ്റ്റ്മാനൊക്കെയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് അറിഞ്ഞിരിക്കുക. കർഷകരെയും കരകൗശല തൊഴിലാളികളെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത്? ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഇനി നെക്സ്റ്റ് ആണ് സോഷ്യൽ റിലീജിയസ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു വെക്കേണ്ട ഈ പറഞ്ഞ സാമൂഹ്യ മതപരമായിട്ടുള്ള ഇടപെടലുകൾ. ഓക്കെ, നമ്മുടെ കൾച്ചറിലും നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ തലയിടാൻ തുടങ്ങി. അത് നോർമലി ജനങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർക്ക് അവരോടുള്ള ഒരു എതിർപ്പ് നമ്മുടെ ഉള്ളിൽ പതുക്കെ ഉണ്ടാവാൻ, ഒരു ബിൽഡ് ചെയ്തെടുക്കാൻ കാരണമായി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോഷ്യൽ കസ്റ്റംസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസ് അതും ഒരു കാരണമാണ്. ഈ പറഞ്ഞ സാമ്പത്തിക ചൂഷണം, സാമൂഹ്യ മതപരമായിട്ടുള്ള ഇടപെടലുകൾ ഒക്കെ കാരണമാണ്. അതിനുശേഷം കണ്ടന്റ് എമംഗ് സോൾജിയേഴ്സ് എന്താ പറഞ്ഞു വെക്കുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈനികരുടെ അതൃപ്തി അഥവാ ഡിസ്കംഫേർട്ട് വിത്ത് ബ്രിട്ടീഷേഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്താ കാരണം? അതായത് ഇവര് ആക്ച്വലി ഒന്നാമത് ഇവർക്ക് നല്ലൊരു ഫുഡോ കാര്യങ്ങളോ ഭക്ഷണമോ നല്ല കിടക്കാൻ്റെ സൗകര്യം ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഏത് സോൾജിയേഴ്സിനെ പറ്റിയാണ് പറയുന്നത്? നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ബ്രിട്ടീഷുകാരുടെ പറ്റിയിട്ടല്ല ഇവിടെ പറയുന്നത്. ബ്രിട്ടീഷ് ആർമിയിൽ ഇന്ത്യൻ സോൾജിയേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇന്ത്യൻ സൈനികരെ അവരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശിപ്പായിസ് എന്നുള്ളത്. അപ്പൊ ശിപ്പായിമാർ എന്നാണ്, അല്ലെങ്കിൽ ഇതിന് ഈ ഒരു ലഹളയ്ക്ക്, അല്ലെങ്കിൽ 1857 നടന്നിട്ടുള്ള ഒരു വിപ്ലവത്തിന് വേറൊരു പേരും കൊണ്ടിട്ട് ശിപ്പായി ലഹള എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ഇന്ത്യൻ സൈനികരെ നടത്തിയിട്ടുള്ള വിപ്ലവത്തിനെയാണ് ശിപ്പായി റിവോൾട്ട് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് 1857 റിവോൾട്ട് ആണ്. എല്ലാം ഒന്നും തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായ സമയത്താണ് അവർ പുതിയൊരു സാധനം കൊണ്ടുവരുന്നത്, എൻഫീൽഡ് കാട്രിഡ്ജുകൾ എന്ന് പറഞ്ഞ സാധനം. അതായത് തിരകൾ, ഉണ്ടകൾ, വെടിയുണ്ടകൾ, പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ബ്രിട്ടീഷ് ആർമിയിലേക്ക്. അതായത് ഈ വെടിയുണ്ട പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത് കടിച്ച് പൊട്ടിച്ചിട്ട് വേണം തോക്കിൽ നിറച്ചിട്ട് വെടിവെക്കാൻ വേണ്ടിയിട്ട്. അപ്പം പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻഫീൽഡ് റൈഫിൾ കാട്രിഡ്ജ് ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ അത് സ്മൂത്ത്നെസ്സിന് വേണ്ടി, അത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻസ് ഒക്കെ ഓയിൽ ഇട്ട് കൊടുക്കില്ല, അതുപോലെ തന്നെ വെടിയുണ്ടകൾ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഗ്രീസ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീസ് എന്തോരം കൊണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ നെയ്യ് എടുത്തിട്ട്, എസ്പെഷ്യലി കൗ ആൻഡ് പിഗ്. അതായത് ഈ പറഞ്ഞ ബ്രിട്ടീഷ് ആർമിയിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് കൗ എന്ന് പറയുന്നത് ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം റിലീജിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പിഗ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഹറാമായിട്ടുള്ള സാധനം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇതിന്റെ നെയ്യ് എടുത്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ എൻഫീൽഡ് റൈഫിളിൽ നിറയ്ക്കേണ്ടത്, അതും കടിച്ചു പൊട്ടിക്കണം. അങ്ങനെ ഇതിനെതിരെ ബ്രിട്ടീഷ് ആർമിയോട്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് ആര് പോരാടി? ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സൈനികരും എതിർത്തു, അത് ചെയ്യില്ല പറഞ്ഞു. അങ്ങനെ മംഗൾ പാണ്ഡേനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചപ്പോൾ മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു? അത് ചെയ്തിട്ട് ആ പറഞ്ഞ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് കൊന്നു, മംഗൾ പാണ്ഡേനെ തൂക്കിക്കൊന്നു. അതിനുശേഷമാണ് വളരെ ഭീകരമായിട്ട് ഈ ഒരു പ്രശ്നം 1857 റിവോൾട്ട് അങ്ങനെ ഉണ്ടാവുന്നത്. മീററ്റിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉത്തർപ്രദേശിൽ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഝാൻസിയിലേക്കും കാൺപൂരിലേക്കും എന്ന് വേണ്ട എല്ലായിടത്തേക്കും സ്പ്രെഡായി. നോർത്ത് ഇന്ത്യയിൽ മാത്രം, സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല കേട്ടോ, ദക്ഷിണേന്ത്യയിലേക്ക് വന്നിട്ടില്ല. മുഗൾ ഭാഗത്തും, ഇന്ത്യയുടെ മുഗൾ ഭാഗത്ത് മാത്രമേ ആ പ്രശ്നം നിന്നുള്ളൂ. ഇതിനൊരു ലീഡർ ആവശ്യമാണ്. ബഹദൂർ ഷാ സഫറിനെ ലീഡറായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇതിന് വലിയൊരു ഒരു പ്രസക്തി കിട്ടി. ഇതൊരു ഓർഗനൈസ്ഡ് ഫോമിൽ ആദ്യം നടന്നിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആദ്യം നടന്നിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്നിട്ടുള്ള ഒരു സംഘടിത കലാപമാണ്. ഫാർമേഴ്സ് പങ്കെടുത്തു, എല്ലാവരും പങ്കെടുത്തു. പക്ഷേ ഇതിനൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഒട്ടുക്കുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് അവിടെ മാത്രം ഒതുങ്ങി, നോർത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി. അതാണ് ഇതിന്റെ പ്രശ്നമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 1857 റിവോൾട്ടിൽ നിങ്ങൾ എഴുതേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഓഫ് കോഴ്സ് എഴുതാം കേട്ടോ. നോ സീൻ, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവണം. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇനി എന്റെ മക്കൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് മക്കളെ. നമുക്ക് ഇനി കാണാം. ഹാപ്പി ലേണിംഗ്.